ഓ കവാടമൊക്കെ നോക്കിയാണ് പൊളിക്കുക ചെയ്തൊക്കെ നോക്കിയോ എന്റെ ഇതെല്ലാം ഞാൻ നോക്കിയ ബോംബ് വെച്ച് ഞാൻ പൊളിക്കും അപ്പൊ എന്റെയൊക്കെ വലിയ കവാടം എന്തിനാ കണ്ടത് മയില് അതെന്തിനല്ലേ എന്റെ പൊന്നോ അത് വിഷയല്ലേ ഡോർ കൊമ്പൊച്ചി ഞാൻ ചെട്ടിപ്പോയി കുറച്ച് ബാക്കിലൊക്കെ ഏരിയ നിങ്ങൾ ഫ്രണ്ടിൽ ഉണ്ടാവണം. സംസാരിച്ചിട്ട് നിങ്ങൾ അറിയിക്കാം. നമ്മളെ കൊല്ലാക്കുണ്ടോ ഇവിടെ ഇതെന്താ പോവാ ഇതെങ്ങനെ കുറച്ച് ബാക്കി എസ്കേപ്പ് അടിച്ചത് പോവും എക്സ്പ്രസ് അടിച്ചാലേ വേണം ഇവനാര് കൈ കെട്ടിക്ക് അത്ര വടി സുഹൃത്തിപ്പിക്കുന്നതായിരുന്നു കുണ്ട ആരാടാ കാളക്കുണ്ട ഓക്കെ, നിങ്ങളാണ് അപ്പം ഡയോസിനെ സിൻഡിക്കേറ്റിന്റെ അകത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? വന്നിട്ടുള്ള ആരൊക്കെയാ? ലീഡറും കോ ലീഡറും ആണോ? സോ ഡയോസ് സിൻഡിക്കേറ്റിന്റെ അകത്തോട്ട് വരാനായിട്ട് പുള്ളി നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുവെച്ചാൽ നിങ്ങളത് അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ സാർ, നമ്മള് നോക്കിയത് ഓക്കെയാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അപ്പൊ നാളെ ദിവസം എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അഞ്ജലിനെ കോണ്ടാക്ട് ചെയ്യാമോ? ചെയ്യാം സാർ, ചെയ്യാം. സോ ഞാൻ കൂടുതൽ എന്നെ കുറിച്ച് പറയുന്നതിനെ കാട്ടി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു ടീമിനെ ദി 13th ഡിവിഷൻ എന്ന് പറയും. ഓക്കെ, ഞാൻ അതിന്റെ കോ ലീഡറാണ്, അഥവാ പ്രൈമസ് എന്ന് പറയും. സോ എന്റെ പേര് ബ്ലാക്ക് ഹാൻഡ് എന്നാണ്. കറന്റ് നമ്മുടെ ലീഡർ അവൈലബിൾ അല്ല, സോ അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഫുള്ളി ഇല്ലീഗലായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ അകത്തോട്ട് ജോയിൻ അപ്പ് ആകണോ വേണ്ടയോ ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ മാത്രമാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഞങ്ങള് ജോയിൻ ആവാനായിട്ടാണ് വന്നത്. അതെ, യെസ്. സോ ബാക്കി കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. സോ ഇതിന്റെ ഏറ്റവും ടോപ്പില് സീസർ ആണ് ഈ ഒരു അണ്ടർ വേൾഡ് കൺട്രോൾ ചെയ്യുന്നത്. സീസറിന്റെ താഴെ 6 ഡിമൻസ് ഉണ്ട്. ഓക്കെ, ഓരോ ഡിമന്റെ കയ്യിലും ഓരോ പവേഴ്സ് ഉണ്ട്. അത് ഓരോ ബാങ്കിലായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ താഴെയാണ് ദി 13th ലീജൻ അഥവാ L30 എന്ന് പറയും ഈ ഒരു ടീം ഉള്ളത്. സോ എന്താണ് L30 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ PD ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി അതിന്റെ കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ടോ ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നതായിരിക്കില്ല. ഗ്യാങ്ങുമായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാങ്ങുമായിട്ട് നിങ്ങൾ തന്നെ തീർക്കുക.
പി ഡി ആയിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പി ഡി ആയിട്ട് നിങ്ങൾ തന്നെ തീർക്കുക. ഓക്കെ നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നോക്കും, നിങ്ങൾക്ക് വേണ്ട വെപ്പൺസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് ടർപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഇല്ലീഗൽ ബിസിനസ് ആയിട്ടോ ഇല്ലീഗൽ സൈഡായിട്ടോ നിങ്ങൾക്ക് എന്ത് തന്നെ ആവശ്യമാണെങ്കിലും അത് L30 സൈഡിൽ നിന്നായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് സീസർ ആയിട്ടോ ഡിഫൻസ് ആയിട്ടോ ഒരു കോൺടാക്ട് ഉണ്ടാകത്തില്ല. ഓൾ കോൺടാക്ട് നമ്മളായിരിക്കും. ഓക്കെ മനസ്സിലായി. ഓക്കെ സോ എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഡയോസ് അല്ലേ? അതെ. ഓക്കെ ഡയോസിന്റെ അർത്ഥം എന്താണ്? ഡയോസ് മീൻസ് ഗോഡ്സ് എന്നാണ്. ഗോഡ്സ്. അതുപോലെ ഞങ്ങൾ ഈ പേരിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഒരു ഷോർട്ട് ഫോം ആക്കി ഇട്ടേക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഡൈ ഓർ സറണ്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ബാക്കിയുള്ള ഗാങ്സിനെയൊക്കെ വാൺ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ സോ ഡൈ ഓർ സറണ്ടർ അല്ലേ? യെസ്. നിങ്ങളുടെ കളറ് ബ്ലാക്ക് ആണോ? ബ്ലാക്കും പ്രൈമറി ബ്ലാക്ക്, ഇതിൻ്റെ കൂടെ റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ ലീഡറിന്റെ പേരെന്താണ്? എൻ്റെ ഒരു സരക്ക് ഡാനി. കോഹ്ലിയാണോ സെക്കൻഡുള്ള? കോഹ്ലിയാണ്. ഓക്കെ ബാക്കി മെമ്പേഴ്സ് ആണ് അല്ലേ? അതെ. ജസ്റ്റ് ഓരോരുത്തരായിട്ടൊന്ന് പേര് നിങ്ങൾ പറഞ്ഞാലും മതി. പേര് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിൽക്കുന്നത് ഫ്ലഫി, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ദിഗോഡ്, അതിൻ്റെ റൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നിക്ക്, സെക്കൻഡ് റോയിൽ നിൽക്കുന്നത് സ്റ്റീവ്, അതിൻ്റെ റൈറ്റ് ഗുലാൻ, അതിൻ്റെ റൈറ്റ് സുനിമോൻ, ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് സ്പീഡ്. ഓക്കെ സോ കറന്റ്ലി നിങ്ങളുടെ മെമ്പർ കൗണ്ട് ഐ മീൻ സ്ട്രെങ്ത് എത്രയാണോ? അല്ലല്ല, ഞങ്ങൾ 13 ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം വന്നിട്ടേ ഉള്ളൂ ഇങ്ങോട്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് വന്നിട്ട് ഇവിടെ നമുക്ക് ഗ്യാങ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാർ അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല, നമ്മളെ ഗ്യാങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് സിൻഡിക്കേറ്റിലോട്ട് നിങ്ങളെ എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. സോ ബാക്കി ഫ്യൂച്ചർ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വെഹിക്കിൾസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും. ഓക്കെ നിങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഡൗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത് ഗ്യാങ് നമുക്കിപ്പോൾ ഇവിടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാങ്ങായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പിന്നെ ഇന്ന് തൊട്ട് പറ്റുമോ അതോ അത് കഴിഞ്ഞ് പിന്നെ ടൈം ഡിലേ ആണോ, എങ്ങനെയാണ്? നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ അസെറ്റ്സും കാര്യങ്ങളും കിട്ടുന്നവരാണ്. കാരണം നിങ്ങൾക്ക് വെപ്പൺസും കാര്യങ്ങളും കിട്ടട്ടെ, അതിന്റെ ഒരു ഡിലേ ഉണ്ടാവും. പിന്നെ ബാക്കി ഗ്യാങ് ബാഡ്ജ് കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളി പിന്നെ ഗ്യാങ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാം. അസറ്റ്സ് കിട്ടാനായിട്ട് നമുക്ക് ഡിലേ ഉണ്ടായിരിക്കും, അത് കുറച്ച് എങ്ങനെയാണ് അതിന്റെ കാര്യം എങ്ങനെയാണ്? അത് കൂടുതലും സീസൺ സൈഡിൽ നിന്നാണ് അതിന്റെ ഇൻഫ്ലോസ് ഒക്കെ വരുന്നത്. ഓക്കെ നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം പുഷപ്പ് നമ്മൾ സീസൺ സൈഡിലോട്ട് കൊടുക്കാം. ഓക്കെ നമ്മളിപ്പോൾ ഗ്യാങ് ആവുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഗ്യാങ് ആയെന്നുള്ള അനൗൺസ്മെന്റ് അങ്ങനെ വരുമായിരിക്കും ഇവിടെ സിറ്റിയുടെ അകത്ത്? പിന്നെ ഓൾറെഡി നമ്മുടെ സീസൺ സൈഡിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫോ ഉണ്ടായിരുന്നു. ഓക്കെ സോ നിങ്ങളിപ്പോൾ കറന്റ് സിൻഡിക്കേറ്റിലോട്ട് ജോയിൻ ആയിട്ടുണ്ട്. സോ യു ആർ ഗ്യാങ് നൗ. ഓക്കെ സോ സിൻഡിക്കേറ്റിൽ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോവാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ബാങ്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 6 ബാങ്കിൾസും പവർ ആണ്. കറന്റ് ഒരു ബാങ്കിൽ അന്തീരയുടെ കയ്യിലോട്ട് ആസ് സൂൺ ആസ് പോകും. ഓക്കെ സോ ബാക്കി 5 ബാങ്കിൾസ് ആണ് ഉള്ളത്. ഒരു ഗ്യാങ്ങിന് എത്ര ബാങ്കിൾസ് വേണോ കളക്ട് ചെയ്യാം. ആ ബാങ്കിൾസ് കിട്ടുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റി, ബാക്കി ഗ്യാങ്സിനോടുള്ള കാര്യങ്ങൾ, സിറ്റിയിൽ നടക്കുന്ന ഈവന്റ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ വാച്ച് ചെയ്യും നമ്മുടെ സൈഡിൽ നിന്നും. ഈ ബാങ്കിൾസ് ഉണ്ടെങ്കിലുള്ള പവർ എന്താണ് നമുക്ക്? ഓരോ ബാങ്കിലും ഓരോ ഡിഫൻസ് സൈഡിൽ നിന്ന് ഓരോ ബിസിനസ്സും കാര്യങ്ങളും കാണും. സോ അതൊക്കെ ഓൺ ചെയ്യാനുള്ള ഒരു പവറാണ്. കൈൻഡ് ഓഫ് സിറ്റിയിലെ ഒരു അൾട്ടിമേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ഫ്യൂച്ചർ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കൂടുതൽ ബാങ്കിൾസ് ഓൺ ചെയ്തിരിക്കുന്ന നിങ്ങൾ അറിയാലോ ഇല്ലീഗൽ സെക്ഷൻ ആണ് ഒരു ഗ്യാങ്ങിൽ കൂടുതൽ അസെറ്റ്സ് വരുന്നത്. സോ
സോ ആ ഒരു ഇല്ലീഗൽ സെക്ഷൻ പകുതിയോളം നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ആ ഒരു സിറ്റി തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, സോ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് വരാനുള്ളത്. നമ്മളെല്ലാം വാച്ചിങ് ആയിരിക്കും. സിറ്റിസൺ ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യരുത്. ഒരു ഗ്യാങ് റെപ്യൂട്ടേഷൻ ഉണ്ട്, അത് മാക്സിമം കീപ്പ് ചെയ്ത് തന്നെ പോവുക. അത് നമ്മൾ വാച്ച് ചെയ്യും. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്യാങ് റെപ്യൂട്ടേഷൻ ബാധിക്കും. ഓക്കെ, മനസ്സിലായി. അല്ലാണ്ട് ഇവൻ ദോ വൺസ് നിങ്ങളിപ്പം ബാങ്കിൽ കിട്ടിക്കഴിഞ്ഞാലും നാളൊരു ദിവസം നിങ്ങളുടെ സൈഡിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബാങ്കിൽ നമ്മൾ തിരിച്ച് എടുക്കുന്നതുമായിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ മൈൻഡ് ചെയ്യുക. സോ സൈഫർ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഈ ബാങ്കിള് കിട്ടാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ടഫ് വാസ്, നിങ്ങളുടെ സിറ്റിയിലെ അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളൊന്നും പോകാണ്ടിരിക്കുന്നത്. സിറ്റുവേഷന് പോവാം, അത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാം. അല്ലാണ്ട് അനാവശ്യമായിട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി ആണ്, നിങ്ങൾ എത്രത്തോളം ഈ ഒരു സിറ്റിക്കകത്ത് ഉണ്ട്. കാരണം വൺസ് നിങ്ങൾ ഈ സിൻഡിക്കേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി നമുക്ക് വേണ്ടത് മെമ്പേഴ്സിന്റെ ആക്ടിവിറ്റി ആണ്. ആ ഒരു ടീം അത്ര ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് ആ ഒരു ബിസിനസ് കൊടുത്തിട്ടും കാര്യമുള്ളൂ. ആ ഒരു പവർ ഉണ്ടാവണമെങ്കിൽ അവർ അത്രയ്ക്ക് ആക്റ്റീവ് ആയിരിക്കണം. അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവാണ്ടിരിക്കണം. പിന്നെ ടഫ് വാസ്, അതും ഒരു മാറ്റർ ആണ്. ഓക്കെ, അത് മനസ്സിലായി. ടഫ് ആക്റ്റീവ് ആയിരിക്കണം നമ്മളല്ലേ. ഓക്കെ, വേറെ സൈഫർ എന്താ പറഞ്ഞ കൺസൈൻമെന്റിന്റെ കാര്യം കൂടെയാണ്. ഓക്കെ, പിന്നെ നമ്മളല്ലാണ്ട് നിങ്ങളെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സൈഡിൽ നിന്ന് കൺസൈൻമെന്റ്സ് ഇൻ സിറ്റി കൊടുക്കുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള ഗ്യാങ്സുകൾക്കായിരിക്കും. സോ ആ സമയത്ത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൺസൈൻമെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ കൺസൈൻമെന്റിൽ നല്ല രീതിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ബാങ്കിൽ കിട്ടാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും. മനസ്സിലായി. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എണ്ണ നമ്മുടെ സൈഡിൽ നിന്ന് ബൈ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും, അത് നമ്മൾ അറിയിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒന്നെങ്കിൽ അന്തേരി ത്രൂവോ അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ബാക്കി വരണമെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ഓക്കെ, സോ അല്ലാണ്ട് നിങ്ങൾക്ക് ഗൺസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ സൈഡിൽ തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് വീക്ക്ലി 30 ഗൺസ് ആണ്, 30. ഓക്കെ, ഒരു ഗണ്ണിന്റെ റേറ്റ് 10 lakh ബ്ലാക്ക് ആണ്. ബ്ലാക്ക് മണിയാണ് നമ്മൾ ഫുള്ളി ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ടഫ് വാറിന്റെ സ്മോക്കും മൊളോട്ടോവും അതും നമ്മുടെ സൈഡിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒരു 3 എന്ന് വെച്ചാൽ 5 നമുക്ക് കൊടുക്കാം, 3 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ ടർഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ഐറ്റംസ് കിട്ടും. മൊളോട്ടോവോ സ്മോക്കോ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ സൈഡിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ചോദിക്കണ്ടോ? ഇല്ല, കറന്റ് ഇപ്പൊ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി. ഗണ്ണിന്റെ കാര്യങ്ങളിലും എല്ലാം ക്ലിയർ ആയി. സോ എനിവേ ഡയോസ്, വെൽക്കം ടു ഡിവൈൻ ആൻഡ് വെൽക്കം ടു സിൻഡിക്കേറ്റ്. താങ്ക് യു. ആൻഡ് നിങ്ങളുടെ പ്രസൻസും നിങ്ങളുടെ ലോയൽറ്റിയും അവിടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ സൈഫർ എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലിയർ അല്ലേ? എന്തായാലും ഡയോസ് നമുക്ക് വീണ്ടും കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, ഓക്സ് എവരെ എസ്കോർട്ട് ചെയ്ത് പറഞ്ഞോട്ടെ. ഓക്കേക്ക് അതാടാ കുഴപ്പം. ഓക്കേക്ക് വരുന്നതിന് നോ എന്ന് പറയാൻ പറ്റുമോ? എന്തേരി എനിവേ വീണ്ടും സിൻഡിക്കേറ്റിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഗ്യാങ്ങുകളുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾക്കുള്ള സെറിമണിയുടെ കാര്യങ്ങളും നമ്മൾ ഉടനെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ.
എനിവേ നൈസ് ടു മീറ്റ് താങ്ക് യു മീറ്റിംഗ് ഡിസ്പേഴ്സ്. ടേൺ. ആര് പറ Amion grrr. ടേൺ. ഇങ്ങോട്ട് ടേൺ. നടന്നോ. എല്ലാരും സ്പീഡ് വായിക്കാറാ. ഒരു ലൈൻ പോ. ആ. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഡാമിയോ കയറുന്നതൊക്കെ ബൈക്ക് വേണമായിരുന്നല്ലേ. വരും വേറെ ദിവസം വരും. ഇപ്പം കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മുടെ ഇനി ഡിലേ ആക്കട്ടെ വെച്ചിട്ടാണ്. ഉണ്ടായിരുന്ന ആലോചിച്ച് നോക്കിയാ BGM ഒക്കെ മിക്സ് ആകുമ്പോ അയ്യോ. ഇവിടുന്ന് ക്ലൈന്റ് കണ്ണൻ ഫ്രാങ്ക്. അണ്ണാ കണ്ണൻ ഫ്രാങ്ക്. എവിടെ? ചാറ്റ് നോക്ക്. ആ വെയിറ്റ് വിളിക്കാം. 016 ആ ഞാൻ വിളിക്കാം. റിവേഴ്സർ കട്ട്